ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അടിയോടടി ഇടിയോടിടി ടർബോ ഇടി മെയ് 23 എത്തുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഇങ്ങനെ ഒരു നേട്ടം എന്നുള്ളത്. പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇറങ്ങുന്ന ഏത് സിനിമയും വെല്ലുവിളിക്കുന്ന തലത്തിലായിരുന്നു മമ്മൂട്ടിയുടെ പല സിനിമകൾ എന്നുള്ളത്. എന്തിന് ഭീഷ്മപർവം ഇന്ന് ഇതുവരെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ 100 കോടി നേടിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിലും പൊട്ടൻഷ്യലുള്ള സിനിമയായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ എല്ലാം തികഞ്ഞ ഒരു റിലീസിനൊരുങ്ങുകയാണ്. ടർബോ 40 രാജ്യങ്ങളിൽ ഓൾറെഡി സെയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഇവിടെയും ചില കൺഫ്യൂഷനുകളുണ്ട്. സിനിമ എന്ന് റിലീസ് ചെയ്യും? ജൂൺ 13 എന്നുള്ള ഡേറ്റിലേക്ക് വരുമ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു. കാരണം മഴയാണ്, സ്കൂൾ തുറക്കുന്നു, ഈ ഒരു അവധിക്കാലത്ത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും തരാത്തത് എന്താണ് ഈ ഒരു സിനിമ എന്ന് ചോദിച്ചപ്പോൾ അത് ഒന്ന് പ്രീപോൺ ചെയ്യുന്ന കാര്യം, ചില സാങ്കേതിക കാരണങ്ങൾ, അതായത് സിനിമയുടെ ഡബ്ബിംഗ് മുതൽ അതിൻ്റെ പല വർക്കുകളും തീരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നീട്ടിവെച്ചതാണെങ്കിൽ ഇപ്പോൾ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുന്നോട്ട് മാറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. അതായത് മെയ് 23 ടർബോ ചായൻ അങ്ങ് എത്തുകയാണ്. അതെ, ജോസച്ചായൻ വെറുതെ അങ്ങ് വരികയല്ല. എന്താണേലും എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്നല്ല, ആര് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മമ്മൂക്കയുടെ ടർബോ വരുമ്പോൾ ഒന്നും പറയാനില്ല. ടർബോ ചാർജർ എന്നുള്ള ലെവലിലുള്ള ഒരു പോസ്റ്റർ, അല്ലെങ്കിൽ ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്നുള്ള ഒരു കാര്യം വരികയും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു എന്നുള്ളതാണ്. നാളെ വൈകുന്നേരത്തോടെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അത് സിനിമയുടെ റിലീസ് അനൗൺസ്മെൻറ്റ് തന്നെയായിരിക്കും എന്നാണ് ഏറെക്കുറെയും ഉറപ്പായിരിക്കുന്നത്. ടീസറാണ് ആദ്യ ആഴ്ച വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരി ഒന്ന് നീളുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ടർബോയുടെ ടീസർ 1-2 ആഴ്ചകളിലേക്ക് മാറാനുള്ള ചാൻസുകളുണ്ട്. ഇനിയും വെറും 20 ദിവസങ്ങൾക്ക് മുകളിൽ ഇല്ല, അല്ലെങ്കിൽ 20 ദിവസത്തിനടുത്താണ്, അല്ലെങ്കിൽ 25 ദിവസത്തിനടുത്താണ് സിനിമയുടെ റിലീസിനുള്ള ദിവസങ്ങളുള്ളൂ. എന്താണേലും കാത്തിരിക്കാം. 20 ദിവസത്തെ ഫ്രീ റൺ ഉണ്ടാവും, പ്ലസ് ഈദിൻ്റെ അഡ്വാൻറ്റേജും കൂടെ ചേർന്ന് മലയാളത്തിലെ ഇനി ഞെട്ടിക്കാൻ പോകുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് വൈശാഖാണ് സംവിധായകൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടിയുടെ ടർബോ വരുന്നു. പുത്തൻ അതിഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളുമായിട്ട്. എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതല്ല, ആര് വരുന്നു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഒരു കാര്യം പറയാം. ആദ്യമായാണ് ഒരു മമ്മൂട്ടിക്ക്, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമയ്ക്ക് ഈ ഒരു നേട്ടം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.